ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാനിവിടെ പുട്ടുപൊടി സാധാരണ രീതിയിൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ട് കുഴച്ച് വെക്കാറില്ലേ, അതുപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് പുട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ക്യാരറ്റും 2 ഉള്ളിയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 3 കുറ്റി പുട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആ ഒരു അളവാണ് കേട്ടോ ഒരു ക്യാരറ്റും 2 ഉള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരറ്റ് ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യം കുറച്ച് തേങ്ങയും അല്പം കറിവേപ്പിലയാണ് കേട്ടോ, അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി അതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ബ്രൗൺ കളറൊക്കെ ആവണം കേട്ടോ. അപ്പോൾ നല്ല പോലെ അതൊന്ന് ആയി വരട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ കൈവിടാതെ ഒന്ന് അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ എന്ന് പറയുന്നത് ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരണം. നല്ല ബ്രൗൺ കളർ ഉണ്ടാവും, എന്നാലും ചെറിയ രീതിയിൽ ബ്രൗൺ കളറൊക്കെ ആയി വരും കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇത് കൈവിടാതെ നമുക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ എപ്പോഴും പുട്ടുണ്ടാക്കാറുള്ളത്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറി ഉണ്ടാക്കേണ്ടതും ഇല്ല. അപ്പോൾ നമ്മൾ പണിയും വളരെ എളുപ്പമായല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ റെഡിയായ തേങ്ങയിലോട്ട് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 4-5 മിനിറ്റ് വേണ്ടി വരും. നമ്മുടെ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വെന്ത് വരണ്ടേ. അപ്പോൾ നല്ല പോലെ നമ്മളത് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല പോലെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്, കൈവിടാണ്ട് അടിക്കൊന്നും പിടിക്കാണ്ട് പ്രത്യേകിച്ച് നോക്കണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമ്മളെ പണിയും ലാഭമായി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടും നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, നമ്മൾ ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവിലോട്ട് ഞാൻ ഈ തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേ. നമ്മുടെ പുട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ ഞാൻ പുട്ട് റെഡിയാക്കി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുട്ടിൻ്റെ റെസിപ്പി എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചിക്ക് പ്രത്യേകിച്ച് താങ്ക്സ് പറയുന്നു. റെസിപ്പി ജസ്റ്റ് എനിക്കൊന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ എടുക്കാൻ തന്നെ കാരണം. അപ്പോൾ നമ്മുടെ പുട്ടും കുറ്റിയിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സി ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പുട്ട് വേവുന്ന അതേ സമയം തന്നെ മതി കേട്ടോ. നമ്മുടെ ക്യാരറ്റ് ഇട്ടുകൊണ്ട് എക്സ്ട്രാ ടൈമൊന്നും എടുക്കില്ല. നമ്മൾ ഓൾറെഡി ക്യാരറ്റ് കുക്ക് ചെയ്തെടുത്തതല്ലേ. അപ്പോൾ ഞാൻ ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് ഞാൻ കുത്തിയതിൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.